പർച്ചേസ് ചെയ്തിട്ട് റെസിപ്റ്റ് കൊടുക്കാൻ പറ്റില്ല. അഭിനന്ദ് സാറേ, എന്റെ ഫോണിന്റെ സ്റ്റോറേജ് ഫുള്ളാണ്. ഞാൻ എത്ര ആപ്പ് കളഞ്ഞിട്ടും അത് ശരിയാവുന്നില്ല. ഇനിയും കളയാനുള്ള ആപ്പ് കളയാൻ നോക്കിയിട്ട് പറ്റുന്നുമില്ല. അതെന്താ? ഈ ഒരു പ്രശ്നം നിങ്ങളും നേരിട്ടിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിൽ കമ്പനി ആപ്ലിക്കേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി കഴിയില്ല, ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പം നമുക്ക് ആ ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഡിലീറ്റ് ആക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതേപോലെ പല ആപ്ലിക്കേഷൻസും ഇവിടെ ഉണ്ടാവും, നമ്മുടെ ഫോണിൽ ഇങ്ങനെ ഇൻസ്റ്റാൾ ആയിട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഡിലീറ്റ് ആക്കണമെങ്കിൽ ഇതാ ADB ആപ്പ് കൺട്രോൾ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ശേഷം എന്ത് വേണം, നമുക്ക് ഏതൊക്കെ ആപ്ലിക്കേഷൻസ് ആണോ ഡിലീറ്റ് ആക്കേണ്ടത് അതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം എന്ത് വേണം, ഈ സെലക്ട് ചെയ്യുന്നില്ലെടുക്കുക, അൺഇൻസ്റ്റാൾ കൊടുക്കുക. ശേഷം അവിടെ അൺഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണുന്നുണ്ടാവും, അത് ക്ലിക്ക് ചെയ്യുക, യെസ് കൊടുക്കുക, യെസ് കൊടുക്കുക. സേവ് ആവണോ എന്നുള്ള ചോദ്യമാണ്. വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ആക്കിയതിന് ശേഷം ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. ഇപ്പം ഫോണിൽ നിന്ന് ആ ആപ്ലിക്കേഷൻ എന്തായിട്ടുണ്ട്, ഡിലീറ്റ് ആയിട്ടുണ്ട്. അപ്പം പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, നമ്മളെ ഫോണിൽ EMI സംബന്ധമായ കുറച്ച് ആപ്സ് ഉണ്ട്. അതായത് TVS ക്രെഡിറ്റ്, ബജാജ് അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഡിലീറ്റ് ആക്കാൻ വേണ്ടി സാധിക്കും. EMI ഇല്ല സമയത്ത് ഡിലീറ്റ് ആക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പം അത് ഡിലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നിന്നാൽ ചിലപ്പം ഫോണിൻ്റെ ഫേംവെയർ റെഡി ഉണ്ടാവും, ആ ആപ്ലിക്കേഷൻസുമായിട്ട് ലിങ്ക് ആയിട്ടുണ്ടാവും. അപ്പം നമ്മളത് ഡിലീറ്റ് ആക്കുമ്പം നമ്മളെ ഫോൺ എന്ത് ചെയ്യും, ആ ഫേംവെയർ അടക്കം ഡിലീറ്റ് ആയി പോയിട്ട് ഫോൺ ഡെഡ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.